എന്താണ് ചക്രീയ ചതുർഭുജം, അതിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന കണ്ടുപിടിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത്തരം ഒരു ചോദ്യത്തെക്കുറിച്ചാണ് ഈ ക്ലാസ്സിൽ നമ്മുടെ സൂപ്പർ ഓവറിൻ്റെ 4ാമത്തെ എപ്പിസോഡ് ആരംഭിച്ചത്. കാര്യം നമ്മളോട് ചോദിക്കുന്നത് ശരിയല്ലാത്ത പ്രസ്താവന അഥവാ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. എങ്കിൽ 1ഉം 3ഉം എന്നുള്ളതാണ് നമ്മുടെ ശരിയുത്തരം. ഒന്നുമില്ല, നമ്മൾ പഠിച്ചിരിക്കേണ്ട അറിഞ്ഞു വെക്കേണ്ട സൂത്രവാക്യം എന്ന് പറഞ്ഞേ. 2 ഞാണുകൾ പരസ്പരം മുറിച്ച് കിടന്നാൽ. ഏവർക്കും നമസ്കാരം, ഞാൻ വിശാഖ് പാവുമ്പ. എൻട്രി ആപ്പിൻ്റെ ഇന്നത്തെ സൂപ്പർ ഓവർ ചലഞ്ചിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. സൂപ്പർ ഓവറിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 3 ഓവറുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ എഴുതിയെടുത്ത് പഠിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് നേരെ എറിയുന്ന 4ാമത്തെ ഓവറാണിത്. 4ാമത്തെ ഓവറിൽ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന പാഠത്തിൻ്റെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ സൂപ്പർ ഓവറിൽ നമ്മൾ പരിചയപ്പെട്ടത് സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന പാഠത്തിൽ നിന്നും PSC മുൻ വർഷത്തിൽ ചോദിച്ച 6 സൂപ്പർ ബോളുകളായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള അതിലെ 6 ബോളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യം മുതൽ അവസാനം വരെ എന്നോടൊപ്പം ചേരുക. എല്ലാവർക്കും വിജയാശംസകൾ. നമ്മുടെ ആദ്യ ചോദ്യത്തിലോട്ട് പോകാം. ചോദ്യം ഇങ്ങനെയാണ്: ഒരു ചക്രീയ ചതുർഭുജത്തെ സംബന്ധിക്കുന്ന ശരിയല്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? ഒരു ചക്രീയ ചതുർഭുജത്തെ സംബന്ധിക്കുന്ന ശരിയല്ലാത്ത പ്രസ്താവനകൾ അല്ലെങ്കിൽ പ്രസ്താവന ഏതെല്ലാം? മക്കളെ, വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒന്നാണ് ഈ പ്രസ്താവന ചോദ്യങ്ങൾ. അതെന്താണെന്ന് ചോദിച്ചാൽ ചോദ്യം ഇങ്ങനെയാണ്: പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ എന്നാണ് ചോദിക്കുന്നത്. മാത്രമല്ല ശരിയല്ലാത്തത്, അതാണ് നമ്മളെല്ലാവരെയും കുഴയ്ക്കുന്നൊരു വാക്ക്. ശരിയല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. ശരിയല്ലാത്തത് അവർക്ക് വേണമെങ്കിൽ നേരിട്ട് ചോദിക്കാം തെറ്റായ പ്രസ്താവന ഏത്. എന്നാൽ അവർ വളച്ചൊടിച്ച് ചോദിച്ചിരിക്കുക ശരിയല്ലാത്തത് ഏത്. അപ്പോൾ ശരിയായതാണോ ശരിയല്ലാത്തത് അഥവാ തെറ്റായതാണോ കണ്ടുപിടിക്കേണ്ടത് എന്നാദ്യം നമ്മൾ മനസ്സിലുറപ്പിക്കണം. ശരിയായതാണോ ശരിയല്ലാത്തതാണോ കണ്ടുപിടിക്കേണ്ടത് എന്നാദ്യം നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിയല്ലാത്തത് അഥവാ തെറ്റായതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഒരു 3 പ്രസ്താവനയും കൊടുത്തിട്ടുണ്ട്. എല്ലാ കോണുകളും തുല്യമാണ്, എതിർക്കോണുകൾ അനുപൂരകമാണ്, കോണുകളുടെ തുക 360 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും. ഇതാണ് ഒരു ചക്രീയ ചതുർഭുജത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന 3 പ്രസ്താവനകൾ. മക്കളെ, എന്താണ് ചക്രീയ ചതുർഭുജം അഥവാ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ചക്രീയ ചതുർഭുജം എന്താണെന്നറിഞ്ഞാൽ നമ്മൾക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. എന്താണ് ചക്രീയ ചതുർഭുജം, അതിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന കണ്ടുപിടിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. മക്കളെ, എന്താണ് ചക്രീയ ചതുർഭുജം എന്ന് ചോദിച്ചാൽ ഈ ഞാൻ വരയ്ക്കുന്ന ഇതാണ് ചക്രീയ ചതുർഭുജം. അതായത് ഒരു വൃത്തത്തിനകത്ത് പൂർണ്ണമായും ഉൾക്കൊണ്ട് നിൽക്കുന്ന ചതുർഭുജങ്ങളെ വിളിക്കുന്ന പേരാണ് ചക്രീയ ചതുർഭുജം. ഒരു വൃത്തത്തിനകത്ത് 4 മൂലകളും ടച്ച് ചെയ്ത് നിൽക്കുന്ന ചതുർഭുജങ്ങളെ വിളിക്കുന്ന പേരാണ് ചക്രീയ ചതുർഭുജം. ഒരുപക്ഷെ ഇത് ചതുരമായിരിക്കാം, സമചതുരമായിരിക്കാം, ഒരു ലംബകമായിരിക്കാം, സാമാന്തരികമായിരിക്കാം, ഇനി 4 വ്യത്യസ്തമായ വശങ്ങളുള്ള ഏതെങ്കിലും ഒരു രൂപമായിരിക്കാം. അപ്പോൾ എന്തുമാകാം മക്കളെ, എന്തുമാകാം. ഒരു വൃത്തത്തിൽ 4 മൂലകളും ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ചതുർഭുജത്തെ വിളിക്കുന്ന പേരാണ് ചക്രീയ ചതുർഭുജം. ചക്രീയ ചതുർഭുജം, ഇതാണ് ചക്രീയ ചതുർഭുജം. ആദ്യം അത് മനസ്സിൽ വെക്കുക. അതായത് ഒരു വൃത്തത്തിൽ 4 മൂലകളും ടച്ച് ചെയ്ത് നിൽക്കുന്ന ചതുർഭുജങ്ങളെ വിളിക്കുന്ന പേരാണ് ചക്രീയ ചതുർഭുജം. ഈ ചക്രീയ ചതുർഭുജത്തിന് പ്രത്യേകത എന്തെന്നാൽ മക്കളെ, ഇതിൻ്റെ നമുക്കറിയാം എപ്പോഴും ചതുർഭുജങ്ങളുടെ 4 കോണുകളുടെ തുക 360 ഡിഗ്രി ആയിരിക്കും. 4 കോണുകളുടെ തുക 360 ഡിഗ്രി ആയിരിക്കും. 4 കോണുകളുടെ തുക 360 ഡിഗ്രി ആയിരിക്കും. കാര്യം എപ്പോഴും ചതുർഭുജമാണോ ആണെങ്കിൽ കോണുകളുടെ തുക 360 ഡിഗ്രി ആയിരിക്കണം. അതിനകത്തിൽ ഒരു മാറ്റവും ഇല്ല, ആർക്കും അപ്പീൽ കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ കോണുകളുടെ തുക 360 ഡിഗ്രി ആയിരിക്കണം. അടുത്ത പ്രത്യേകത എന്തെന്നാൽ മകളെ, എതിർക്കോണുകൾ അനുപൂരകമായിരിക്കണം. എന്ന് പറഞ്ഞാൽ മകളെ, എതിരെ കിടക്കുന്ന 2 കോണുകൾ തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രി വരണം, 180 ഡിഗ്രി വരണം. ഈ 2 കോണുകൾ ഈ 2 കോണുകൾ കൂട്ടിയാൽ 180 വരണം. അതുപോലെ ഈ കോണൂടെ കൂട്ടിയാൽ 180 വരണം. എതിർ കോണുകളുടെ തുക 180 ഡിഗ്രി. എതിർക്കോണുകൾ അനുപൂരകമായിരിക്കണം. എതിർക്കോണുകൾ അനുപൂരകമായിരിക്കണം. ഇതാണ്
നമ്മുടെ ചക്രീയ ചതുർഭുജത്തിൻ്റെ പ്രത്യേകതകൾ. മക്കളെ 4 കോണുകളുടെ തുക 360 ഡിഗ്രി ആയിരിക്കണം. അത് ഏത് ചതുർഭുജമായാലും, ചക്രീയമൊന്നല്ല, ഏത് ചതുർഭുജമായാലും 4 കോണുകളുടെ തുക 360 ആയിരിക്കണം. ചക്രീയ ചതുർഭുജമായുണ്ട് മക്കളെ ഏക പ്രത്യേകത എതിർ കോണുകൾ അനുപൂരകം. അനുപൂരകം മീൻസ് സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രി വരണം. ക്ലിയർ ആണോ? ശരി, എങ്കിൽ നമുക്കതാ പ്രസ്താവനകളിലോട്ട് വരാം. എല്ലാ കോണുകളും തുല്യമാണെന്ന് പറയുന്നു. ശരിയാണോ? അല്ല, എല്ലാ കോണുകളും തുല്യമൊന്നുമല്ല മക്കളെ. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാ. എതിർ കോണുകൾ അനുപൂരകമാണ്. ശരിയാ. എടാ, ചക്രീയ ചതുർഭുജത്തിനുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട പ്രത്യേകത എതിർ കോണുകൾ തുല്യമായിരിക്കണം, അനുപൂരകമായിരിക്കണം എന്നാണ്. എതിർ കോണുകൾ അനുപൂരകമായിരിക്കണം എന്നതാണ്. ഓക്കെ. അതുപോലെ കോണുകളുടെ തുക 360 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും. അല്ല, എപ്പോഴും കോണുകളുടെ തുക 360 ഡിഗ്രിയേ വരൂ. ഒരിക്കലും 360 ഡിഗ്രിയേക്കാൾ കൂടുതൽ വരത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരി ഉത്തരം 2 മാത്രം. 2 എന്ന പ്രസ്താവന മാത്രമാണ് ശരിയായത്. പക്ഷേ ഉത്തരത്തിൽ പെശക് വരും. നമ്മുടെ ചോദ്യം എന്തുവാ മക്കളെ? നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്, ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാ ചോദ്യം. എടാ, മിക്കപ്പോഴും പലരും എഴുതി വെക്കും 2 മാത്രം എന്ന് വേണം എഴുതി വെക്കും. 2 മാത്രം എന്നൊരു ഓപ്ഷൻ കാണും. എന്നാൽ നമ്മുടെ ശരിയുത്തരം 1ഉം 3ഉം എന്നുള്ളതാണ്. കാര്യം, നമ്മളോട് ചോദിക്കുന്നത് ശരിയല്ലാത്ത പ്രസ്താവന അഥവാ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. എങ്കിൽ 1ഉം 3ഉം എന്നുള്ളതാണ് നമ്മുടെ ശരിയുത്തരം. എടാ, 1ഉം 3ഉം എന്നുള്ളതാണ് നമ്മുടെ ശരിയുത്തരം. മനസ്സിലായോ? സിമ്പിളല്ലേ? ക്ലിയറായി കാണുമെന്ന് കരുതട്ടെ. അപ്പോൾ ചക്രീയ ചതുർഭുജം എന്താണെന്നും അതിനെക്കുറിച്ചൊരു പ്രസ്താവന ചോദ്യം വന്നാൽ എങ്ങനെ ചെയ്യണം എന്നും ക്ലിയറായി കാണുമെന്ന് കരുതുന്നു. എങ്കിൽ അടുത്ത ബോൾ എറിയട്ടെ. അപ്പോൾ ഈ ഒരു ബോൾ നിങ്ങൾക്ക് അടിക്കാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ബോളിലോട്ട് പോകാം. നെക്സ്റ്റ് ബോൾ ഇങ്ങനെയാണ്. ചിത്രത്തിൽ 2 ഞാണുകൾ പരസ്പരം ലംബമായി കടന്നു പോകുന്നു. PA = 6 സെൻറ്റിമീറ്റർ, PB = 4 സെൻറ്റിമീറ്റർ, PC = 2 സെൻറ്റിമീറ്റർ. ആയാൽ CD-യുടെ നീളം എത്ര? ഇതാണ് മക്കളെ നമ്മുടെ ചോദ്യം. അപ്പോൾ നോക്കി, വൃത്തങ്ങൾ എന്ന പാഠഭാഗത്തിനകത്തിൽ ക്രിയ ചെയ്തെടുക്കാനുള്ള 1-2 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു സാധനമാണ് ഇത്. നമ്മുടെ 10ാം ക്ലാസ് പരീക്ഷയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു സാധനം ഇത്. അവരുടെ മെയിൻ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ BSc പരീക്ഷകളിലേക്കും ഇത് കടന്നു വന്നേക്കാം. കാര്യം, 1 മിനിറ്റ് വേണ്ട ഇത് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ചോദിച്ചേക്കാം. ഇനി നമ്മൾ ഓരോരുത്തരും ചോദിക്കില്ല എന്ന് കരുതുന്നത് തന്നെയാണ് PSc ചോദിക്കാറ്. അതുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയത്തില്ല. നമ്മൾ ഈ പാഠത്തിനകത്തിലെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പറയും. നോക്കിയോ നിങ്ങളെ, ചിത്രത്തിൽ 2 ഞാണുകൾ പരസ്പരം ലംബമായി കടന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ, ലംബമായി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 90 ഡിഗ്രി. ഇവിടെ എല്ലാം 90 ഡിഗ്രിയാണ്. ഇവിടെ എല്ലാം 90 ഡിഗ്രിയാണ്. ശരിയാണോ? അവിടെ എല്ലാം 90 ഡിഗ്രിയാണ്. ഓക്കെ ആണോ? ശരി, എങ്കിൽ അങ്ങനെ കടന്നു പോകുന്ന ഈ ചിത്രത്തിൽ PA മക്കളെ, ഇതാണ് PA. ഇതാണ് PA, 6 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. PB ഇതാണ് PB, 4 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. PC ഇതാണ് PC, 2 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. ആയാൽ CD-യുടെ നീളം എത്ര മക്കളെ? CD ഇതാണ് CD. ആ CD-യുടെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പഠിക്കുമ്പം 2 ഞാണുകൾ പരസ്പരം ലംബമായി മുറിച്ച് കടക്കുമ്പം മക്കളെ, 2 ഞാണുകൾ പരസ്പരം ലംബമായി മുറിച്ച് കടന്നാൽ അതെവിടെയോ ആയിക്കോട്ടെ, നമ്മുടെ സർക്കിളിനകത്ത് ഏതുവഴി കടന്നു പോയാലും, ഒരു സർക്കിളിനകത്ത് 2 ഞാണുകൾ എങ്ങനെ കടന്നു പോയാലും, എങ്ങനെ മുറിച്ച് കടന്നു പോയാലും ഉണ്ടാകുന്ന പ്രത്യേകതയാണ് ഞാൻ പറയാൻ വരുന്നത്. ഇത്രയേ ഉള്ളൂ മക്കളെ. ഈ നീളം കണ്ടോ? ഈ നീളം ഗുണം ബാക്കിയുള്ള ഈ നീളം. അതായത് ഒരു ഞാണിൻ്റെ തന്നെ 2 നീളങ്ങൾ. ഒന്നുകൂടെ ഈ നീളം PA എന്ന് പറയാം, ഗുണം ഈ നീളം PB എന്ന് പറയാം, ഈക്വൽ ടു ഈ നീളം അതായത് PC എന്ന് പറയാം, ഇൻറ്റു ഈ നീളം അതായത് PD എന്ന് പറഞ്ഞാൽ മക്കളെ, PA അതായത് ഈ നീളം PA ഇൻറ്റു ബാക്കി ഈ നീളം PA ഇൻറ്റു PB സമം ഈ നീളം PC ഇൻറ്റു ബാക്കി ഈ നീളം എന്നായിരിക്കും. ഇതാണ് ഈ ഒരു പാഠഭാഗത്തിൽ ഈ ഒരു പടത്തെ സംബന്ധിച്ച് പറയാനുള്ളത്.
മക്കളെ ഇതാ ഈ നീളം ഒന്നുകൂടെ, ഈ നീളം ഗുണം ഇതാ ഈ ബാക്കിയുള്ള ഈ നീളം ഈക്വൽ ടു ഈ നീളം ഗുണം ബാക്കിയുള്ള ഈ നീളം. ഒന്നുകൂടെ എടാ ഈ നീളം ഗുണം ബാക്കിയുള്ള ഈ നീളം ഈക്വൽ ടു ഈ നീളം ഗുണം ബാക്കിയുള്ള ഈ നീളം. ഓക്കെ ആണോ എന്ന് പറഞ്ഞാൽ മക്കളെ പി എ ഗുണം പി ബി സമം പി സി ഇൻറ്റു പി ഡി. ഒന്നുകൂടെ പി എ ഗുണം പി ബി സമം പി സി ഗുണം പി ഡി. ഓക്കെ ആണോ? പി എ ഗുണം പി ബി സമം പി സി ഗുണം പി ഡി. ഓക്കെ എങ്കിൽ നമുക്ക് വില കൊടുക്കാം. മക്കളെ പി എയുടെ വില 6 ഇൻറ്റു പി ബിയുടെ വില 4 ഈക്വൽ ടു പി സി 2 ഇൻറ്റു പി ഡി നമുക്കറിയത്തില്ല, പി ഡിയുടെ നീളം തന്നിട്ടില്ല. അപ്പോൾ പി ഡി എന്നങ്ങ് എഴുതാം. എങ്കിൽ പി ഡി കണ്ടുപിടിക്കാൻ പി ഡി സമം ഇതാ ഇങ്ങനെയാണ് 6 ഇൻറ്റു 4/2 വരും. വെട്ടിക്കളയാം. 2-നകത്ത് 2 ഒരു വട്ടം, 4-നകത്ത് 2 വട്ടം, 6 2 12 വരും. 6 2 12. അതായത് പി ഡിയുടെ നീളം മക്കളെ 12 എന്ന് വരും. പി ഡിയുടെ നീളം 12. നമുക്ക് വേണ്ടത് ആരുടെ നീളമാണെന്ന് നോക്കി. നമുക്ക് വേണ്ടത് സി ഡിയുടെ നീളമാണ്. സി ഡി. ഇപ്പം നമുക്ക് കിട്ടിയത് പി ഡിയുടെ നീളമാണ്. പി ഡി മക്കളെ ഇത് 12, പി ഡിയുടെ നീളം 12. ഇനി സി ഡിയുടെ നീളം എന്ന് പറഞ്ഞാൽ ഇതാ ഇത്രയും നീളമാണ്. നമുക്കറിയാം ബാക്കി സി പി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പി സി എന്ന് പറയുന്നത് 2 എങ്കിൽ സി ഡി ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 + 12. നമ്മുടെ ശരി ഉത്തരം 14 സെൻറ്റിമീറ്റർ. നമ്മുടെ ശരിയായ ഉത്തരം 14 സെൻറ്റിമീറ്റർ. മനസ്സിലായോ? എളുപ്പമല്ലേ? ഒന്നുമില്ല, നമ്മൾ പഠിച്ചിരിക്കേണ്ട അറിഞ്ഞു വെക്കേണ്ട സൂത്രവാക്യം എന്ന് പറഞ്ഞേ. എടാ 2 ഞാണുകൾ പരസ്പരം മുറിച്ച് കിടന്നാൽ പി എ ഗുണം പി ബി സമം പി സി ഗുണം പി ഡി. പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി. ഒന്നുകൂടെ പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി. ഓക്കെ ആണോ? ക്ലിയർ അല്ലയോ? ശരി, നമുക്ക് അടുത്ത ബോൾ എറിയട്ടെ. ദാ നെക്സ്റ്റ് ബോൾ ഇങ്ങനെയാണ്. ചിത്രത്തിൽ തന്നിരിക്കുന്നത് അർദ്ധവൃത്തമാണ്. എ ബി എന്ന വ്യാസത്തിന് ലംബമാണ് സി ഡി. എ സി സമം 9 സെൻറ്റിമീറ്റർ, സി ഡി സമം 6 സെൻറ്റിമീറ്റർ ആയാൽ അർദ്ധവൃത്തത്തിൻ്റെ ആരം എത്ര? മക്കളെ ഒരു അർദ്ധവൃത്തമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒരർദ്ധവൃത്തം. അപ്പോൾ അർദ്ധവൃത്തം ആയതുകൊണ്ട് തന്നെ എ ബി എന്നത് വ്യാസമാണ്. മക്കളെ ഇതാണ് എ ബി. കണ്ടോ? ഇതാണ് എ ബി എന്നത് വ്യാസമാണ്. എന്ന വ്യാസത്തിന് ലംബമാണ് സി ഡി. ഇനി ഇതിൽ ലംബമാണ് സി ഡി. കണ്ടോ? ഇതാണ് സി ഡി. ഓക്കെ. എ സി സമം 9 സെൻറ്റിമീറ്റർ. മക്കളെ എ മുതൽ സി ഇവിടം വരെയുള്ള നീളം 9 സെൻറ്റിമീറ്റർ. ഓക്കെ. ഇവിടം മുതൽ ഇവിടം വരെയുള്ള നീളം 9 സെൻറ്റിമീറ്റർ. ഇനി സി ഡി സമം ഇതാണ് സി ഡി. മക്കളെ ഇതാണ് സി ഡി. 6 സെൻറ്റിമീറ്റർ ആയാൽ വൃത്തത്തിൻ്റെ ആരമാണ് കണ്ടുപിടിക്കേണ്ടത്. വൃത്തത്തിൻ്റെ ആരം കണ്ടുപിടിക്കണം. മക്കളെ വൃത്തത്തിൻ്റെ ആരം കണ്ടുപിടിക്കാൻ നമുക്കറിയാം വൃത്തത്തിൻ്റെ ആരം ഇവിടുന്ന് അങ്ങോട്ടുള്ളത് അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതായിരിക്കും വൃത്തത്തിൻ്റെ ആരം. അതായത് ഇത് മൊത്തം എ ബിയുടെ ഫുള്ള് ലെങ്ത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പകുതി എടുത്താൽ നമുക്ക് ആരം കിട്ടും. കാര്യം പറയുന്നുണ്ട് മക്കളെ, എ ബി വ്യാസമാണെങ്കിൽ ആ വ്യാസത്തിൻ്റെ പകുതിയാണ് ആരം. വ്യാസാർദ്ധമാണ് ആരം. ഓക്കെ. ഡയമീറ്ററിൻ്റെ പകുതിയാണ് റേഡിയസ്. അപ്പോൾ എ ബിയുടെ ഫുള്ള് ലെങ്ത് കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മക്കളെ ആരം കിട്ടും. ശരിയാണോ? അപ്പോൾ നമുക്കിപ്പോൾ എന്തോ അറിയാം? എ സിയുടെ മാത്രം നീളം അറിയാം. മക്കളെ എ സിയുടെ മാത്രം നീളം അറിയാം 9. എ സിയുടെ മാത്രം നീളം 9. അപ്പോൾ നമുക്ക് സി ബിയുടെയും കൂടെ നീളം കണ്ടുപിടിച്ചിട്ട് എ സിയുടെ നീളത്തോടൊപ്പം ആഡ് ചെയ്ത് വെച്ചാൽ എ ബിയുടെ ഫുള്ള് ലെങ്ത് ആവും. ശരിയാണോ? എടാ സി ബി നീളം കണ്ടുപിടിച്ചിട്ട് എ സിയോടൊപ്പം ആഡ് ചെയ്താൽ എ ബി ഫുള്ള് ലെങ്ത് ആവും. ശരി, എന്നിട്ട് അതിൻ്റെ പകുതി എടുത്താൽ നമ്മുടെ ആരം കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് മുന്നോട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ മക്കളെ ചെയ്യാൻ മാർഗ്ഗം എത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഫുള്ള് വൃത്തമല്ല, അർദ്ധവൃത്തമാണ്. അർദ്ധവൃത്തത്തിൽ ഞാണിനെ ഒരു മറ്റൊരു രേഖ വന്ന് കണ്ണിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത ഈ നീളം, അതായത് എ സി. മക്കളെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ നീളം വരയ്ക്കുന്ന കണ്ടോണേ. എ സി ഇൻറ്റു ബാക്കിയുള്ള നീളം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ സി ഇൻറ്റു സി ബി ഈക്വൽ ടു മക്കളെ ഇത്, അതായത് സി ഡി. ഇനി താഴോട്ടില്ലല്ലോ, കഴിഞ്ഞ പടത്തിലെ പോലെ താഴോട്ടില്ലല്ലോ. ഇല്ല. അപ്പോൾ വേറൊരു സാധനം എടുക്കാനില്ല, താഴോട്ട് ബാക്കിയില്ല. അതുകൊണ്ട് തന്നെ സി ഡി ഇൻറ്റു
സി ഡി ഇൻറ്റു സി ഡി എന്ന് തന്നെ പറയാം. സി ഡി ഇൻറ്റു സി ഡി, സി ഡി ഇൻറ്റു സി ഡി ആണ് മക്കളെ സി ഡി സ്ക്വയർ. സി ഡി സ്ക്വയർ ഒന്നുകൂടെ എന്തു പറഞ്ഞേ? എടാ ആദ്യ നീളം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളം എ സി ഇൻറ്റു ബാക്കി ഈ നീളം സി ബി, എ സി ഇൻറ്റു സി ബി ഈക്വൽ ടു ഈ നീളം സി ഡി ഇൻറ്റു മക്കളെ വേണമെങ്കിൽ താഴോട്ട് ഇത് ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത നീളം പറയാമായിരുന്നു. താഴോട്ട് ബാക്കി ഇല്ലല്ലോ, അതുകൊണ്ട് സി ഡി ഇൻറ്റു സി ഡി എന്ന് തന്നെ പറയാം. സി ഡി ഇൻറ്റു സി ഡിയെ നമുക്ക് സി ഡി സ്ക്വയർ എന്ന് പറയാം. അതായത് നമ്മുടെ സൂത്രവാക്യം വന്നു കഴിഞ്ഞു മക്കളെ, എ സി ഗുണം സി ബി സമം സി ഡി സ്ക്വയർ. എടാ എ സി ഗുണം സി ബി സമം സി ഡി സ്ക്വയർ. ഒന്നുകൂടെ, എ സി ഗുണം സി ബി സമം സി ഡി സ്ക്വയർ. ഓക്കെ ആണോ? ശരി, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എ സിയുടെ നീളം പറയുന്നുണ്ട് മക്കളെ 9 ഇൻറ്റു സി ബിയുടെ നീളം ഉണ്ടോ? ഇല്ല. അപ്പോൾ സി ബിയുടെ നീളം അങ്ങനെ തന്നെ എഴുതി, സി ബി എന്ന് തന്നെ എഴുതി. സി ഡിയുടെ നീളം പറയുന്നുണ്ട് 6, അപ്പോൾ 6ൻ്റെ സ്ക്വയർ എന്നെഴുതാം, 6ൻ്റെ സ്ക്വയർ. ശരി, എങ്കിൽ 9 ഇൻറ്റു സി ബി സമം മക്കളെ 6ൻ്റെ സ്ക്വയർ 36. 6ൻ്റെ സ്ക്വയർ 36. ഓക്കെ ആണോ? എങ്കിൽ സി ബിയുടെ മാത്രം നീളം 36/9 എന്ന് വരും. വെട്ടിക്കളയാം. 9-ൽ 9 ഒരു വട്ടം, 36-ൽ 4 വട്ടം. സി ബി ഈക്വൽ ടു 4 എന്ന് കിട്ടും. മക്കളെ സി ബിയുടെ നീളം 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. സി ബിയുടെ നീളം. നമ്മുടെ ചോദ്യം സി ബിയുടെ നീളമാണോ? അല്ല, നമ്മുടെ ഈ അർദ്ധവൃത്തത്തിൻ്റെ ആരം എത്ര എന്നാണ് ചോദിക്കുന്നത്. എടാ ഈ അർദ്ധവൃത്തത്തിൻ്റെ ആരമാണ് ചോദിക്കുന്നത്. അപ്പോൾ ആരം കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞ് വ്യാസാർദ്ധം എടുത്താൽ മതി, വ്യാസത്തിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ വ്യാസം ഫുള്ള് കണ്ടുപിടിക്കാം. വ്യാസം എന്ന് പറഞ്ഞാൽ എ ബിയാ. മക്കളെ നമ്മുടെ കയ്യിൽ അറിയാം, എ സി വരെയുള്ള നീളം, എ മുതൽ സി വരെയുള്ള നീളം 9 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 9 അധികം ഇപ്പോൾ സി ബിയുടെ നീളം കിട്ടി 4. 9 അധികം 4 എന്ന് പറഞ്ഞാൽ 13. എ ബി 13 സെൻറ്റിമീറ്റർ. എങ്കിൽ നമ്മുടെ ആരം എന്നത് മക്കളെ 13/2 6.5 സെൻറ്റിമീറ്റർ. നമ്മുടെ ശരിയുത്തരം ഈ അർദ്ധവൃത്തത്തിൻ്റെ ആരം 6.5 സെൻറ്റിമീറ്റർ. നമ്മുടെ അർദ്ധവൃത്തത്തിൻ്റെ ആരം 6.5 സെൻറ്റിമീറ്റർ. മനസ്സിലായി കാണുമെന്ന് കരുതട്ടെ. നല്ല ബോളല്ലായിരുന്നോ? ഒരു പക്ഷേ ആർക്കും അടിക്കാൻ കഴിഞ്ഞു കാണത്തില്ല. ചിലപ്പം 10ാം ക്ലാസ്സിലൊക്കെ ട്യൂഷനൊക്കെ എടുത്തവർക്കൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. ഒറ്റ മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ഞാൻ പറഞ്ഞപ്പം സമയം കൂടിപ്പോയെന്നേ ഉള്ളൂ. മക്കളെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ വളരെ 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 വേഗത്തിൽ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ 4ാമത്തെ ബോളിലോട്ട് കിടക്കുന്നു. 4ാമത്തെ ബോൾ ഇങ്ങനെയാണ്. ചിത്രത്തിൽ ഒ വൃത്തകേന്ദ്രം, കോൺ എ ഒ ബി എത്ര? ചിത്രത്തിൽ ഒ വൃത്തകേന്ദ്രമാണ്, കോൺ ഒ എ ഒ ബി എത്ര? കോൺ എ ഒ ബി അതാണ് കണ്ടെത്തേണ്ടത്. അതിനൊരു ക്ലൂ തന്നിട്ടുണ്ട് മക്കളെ, 10/1. അതായത് ഈ ഒരു ലെങ്ത് 10/1 തന്നിട്ടുണ്ട്. ആ ഒരു ലെങ്ത് 10/1 എന്ന് പറയുന്നുണ്ട് മക്കളെ. ഈ ഒരു ലെങ്ത് 10/1. അതായത് ഇത് 10/1. കണ്ടുപിടിക്കേണ്ടത് കോൺ എ ഒ ബി. മക്കളെ എ ഒ ബി ഇതാണ് എ ഒ ബി, ഇതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മുടെ ഈ തന്നിരിക്കുന്ന ക്ലൂ ഇങ്ങനെയാണ്. ഈ ഒരു ഭാഗം, ഈ ഒരു ചാപം 10/1. മക്കളെ ഈ ഒരു ചാപം 10/1, ഈ ഒരു ആർക്ക് 10/1 എന്ന് പറഞ്ഞാൽ ഇതാകെയുള്ള ഈ വലിയ വൃത്തത്തിൻ്റെ 10ലെ ഒരു ഭാഗമാണ് ആ ചാപമെന്ന്. 10ലെ ഒരു ഭാഗമാണ് മക്കളെ ആ ചാപം, ആ ആർക്ക്. ഈ ഒരു ആർക്ക് മാത്രം മക്കളെ 1/10 ആണെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഫുള്ള് സർക്കിളിൻ്റെ, ആ ഫുള്ള് വൃത്തത്തിൻ്റെ 10ലെ ഒരു ഭാഗമാണ് ഇത്. കണ്ടുപിടിക്കേണ്ടത് കോൺ എ ഒ ബി, ആംഗിൾ എ ഒ ബി. ഇതാണ് എ ഒ ബി. അപ്പോൾ ഇതാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ ആണോ? ശരി മക്കളെ, ചാപത്തിൻ്റെ നീളം എന്ന് പറയുന്നത് അതിൻ്റെ കേന്ദ്ര കോണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചാപത്തിൻ്റെ നീളം എന്നത് അതിൻ്റെ കേന്ദ്ര കോണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എങ്കിൽ മക്കളെ ഇത്രയും ചാപത്തിൻ്റെ നീളം 10/1 ഉറപ്പായിട്ടും അതിൻ്റെ കേന്ദ്രകോണും ആകെയുള്ള കേന്ദ്രകോണിൻ്റെ 10/1 ആയിരിക്കും. ആകെയുള്ള കേന്ദ്രകോൺ മക്കളെ 360 ഡിഗ്രിയാണ്. എങ്കിൽ 360 ഡിഗ്രിയുടെ 10/1 1/10 ആയിരിക്കും എ ഒ ബിയും. അതായത് ആ കേന്ദ്രകോണും. ഒന്നുമില്ല, 0 വെട്ടിക്കളയാം, 36 വരും. എങ്കിൽ കോൺ എ ഒ ബി എന്നത് 36 ഡിഗ്രി. മനസ്സിലായോ? എടാ കണ്ടുപിടിക്കേണ്ടത് എ ഒ ബി എന്ന കോണാണ്. എ ഒ ബി എന്ന കോൺ കേന്ദ്രകോണാണ്.
നമുക്കറിയാം മൊത്തത്തിൽ ഈ സർക്കിളിൻ്റെ മൊത്തവും കേന്ദ്രകോൺ 360 ഡിഗ്രിയാണ്. എങ്കിൽ ആകെ 360 ഡിഗ്രിയുടെ 1/10 ഭാഗം മാത്രമായിരിക്കും കോൺ AOB. മനസ്സിലായോ? സിമ്പിളല്ലേ? അപ്പോൾ ഇനി ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ ചെയ്യത്തില്ലയോ? ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. ശരി, നമുക്ക് അടുത്ത ബോളിലോട്ട് നീങ്ങാം. നെക്സ്റ്റ് ബോൾ, 5ാമത്തെ ബോൾ. നമ്മൾ ഇത്തരം ഒരു ചോദ്യത്തെക്കുറിച്ചാണ് ഈ ക്ലാസ്സിൽ നമ്മുടെ സൂപ്പർ ഓവറിൻ്റെ 4ാമത്തെ എപ്പിസോഡ് ആരംഭിച്ചത് ഇത്തരം ഒരു ചോദ്യത്തിലായിരുന്നു. അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യമായിരുന്നെങ്കിൽ ഇവിടെ അതിൻ്റെ ഡയറക്റ്റ് ചോദ്യം എങ്ങനെയാണ് മക്കളെ? ചോദ്യം ഇങ്ങനെയാണ്: ചിത്രത്തിൽ കോൺ ACB = 60 ഡിഗ്രി ആയാൽ കോൺ ADB എത്ര എന്നാണ് പറയുന്നത്. അപ്പോൾ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം വ്യക്തമാണ്, ചിത്രം വ്യക്തമാണ്. എന്താ എടാ, AB നോക്കി മക്കളെ, അല്ലെങ്കിൽ ACBD എന്നത് ഒരു 4 മൂലകളും വൃത്തത്തിൽ ടച്ച് ചെയ്തിരിക്കുന്ന ഒരു ചതുർഭുജമാണ്. വിച്ച് മീൻസ് ചക്രീയ ചതുർഭുജമാണ്. മക്കളെ, ACBD ഒരു ചക്രീയ ചതുർഭുജമാണ്. ACBD ഒരു ചക്രീയ ചതുർഭുജമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇത്തരം ചതുർഭുജങ്ങളുടെ എതിർകോണുകൾ അനുപൂരകമാണ് എന്ന് പറഞ്ഞാൽ സപ്ലിമെൻ്ററി ആണ്. മക്കളെ, കൂട്ടിയാൽ 180 വരണം. ശരി, നമുക്ക് കണ്ടെത്തേണ്ടത് എന്തുവാടാ? ADB. അതായത് EADB, ഇതാണ് ADB. ഈ കോണാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ ആണോ? അതിന് തന്നിരിക്കുന്ന ഈ കോണാണ് മക്കളെ, ഒന്നുമില്ല, ഇത് 60 ഡിഗ്രി. എങ്കിൽ ഉറപ്പായിട്ടും ഇതെന്ന് പറഞ്ഞാൽ ഈ ADB കൂടെ കൂട്ടുമ്പം 180 വരണം. എങ്കിൽ ആകെ 180 ഡിഗ്രിയിൽ നിന്നും 60 ഡിഗ്രി കുറച്ചാൽ ബാക്കി 120 ഡിഗ്രി. നമ്മുടെ കോൺ ADBയുടെ വില 120 ഡിഗ്രി എന്ന് കിട്ടും. ആംഗിൾ ADB എന്നത് 120 ഡിഗ്രിയാണ്. ക്ലിയറായി കാണും എന്ന് കരുതട്ടെ. ഓക്കെ അല്ലേ? ശരി, അപ്പോൾ നമ്മൾ 1ാമത്തെ ക്വസ്റ്റ്യനിൽ കണ്ട കാര്യം തന്നെ മറ്റൊരു രീതിയിൽ ചോദിച്ചിരിക്കുകയാണ്. ഇവിടെ ക്ലിയറായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഒരു ചക്രീയ ചതുർഭുജം തന്നിട്ട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. ഇത് ഒരു 70 ഡിഗ്രി ആണെങ്കിൽ ഈ കോണത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യും. നമുക്കറിയാം ഇതും ഇതുകൂടെ കൂട്ടിയാൽ 180 വരണം. അപ്പോൾ ഇവിടെ 70 എങ്കിൽ ബാക്കിയുടെ 110 ആയിരിക്കണം. ക്ലിയർ? ഓക്കെ, ശരി, നമുക്ക് അടുത്ത ബോളിലോട്ട് പോകാം. അപ്പം നമ്മളെ ഈ സൂപ്പർ ഓവറിൻ്റെ ലാസ്റ്റ് ബോൾ ഇങ്ങനെയാണ്: ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ 6/1, 5/1, 4/1 എത്ര? ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ മക്കളെ 6/1, 5/1, 4/1 എത്ര എന്നാണ് ചോദ്യം. ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ 6/1, 5/1, 4/1 എത്ര? അപ്പോൾ നമുക്കറിയണം ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രകോൺ എത്ര. മക്കളെ, ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രകോണാണ് ഒരു വൃത്തത്തിൻ്റെ ഫുൾ കോൺ, അതാണ് വൃത്തത്തിൻ്റെ കേന്ദ്രകോൺ. നമുക്കറിയാം വൃത്തത്തിൻ്റെ കേന്ദ്രകോൺ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. എങ്കിൽ 360 ഡിഗ്രിയുടെ 6/1, അപ്പോൾ വീണ്ടും ഇൻറ്റു 5/1, വീണ്ടും ഇൻറ്റു 4/1 എത്ര? അപ്പോൾ വീണ്ടും ഇൻറ്റു 4/1. എടാ, 6/1, അതായത് 360 ഡിഗ്രിയുടെ 6/1, 5/1, 4/1 എത്ര? 6/1, 5/1, 4/1 എത്ര? ശരി, വെട്ടിക്കളഞ്ഞ ഉത്തരം കിട്ടും. 6-നകത്തി മക്കളെ 6 ഒരു വട്ടം, 36-നകത്തി 6 വട്ടം 60 വരും. വീണ്ടും വെട്ടാം. 5-നകത്തി 5 ഒരു വട്ടം, 60-നകത്തി 5 12 വട്ടം. ശരി, വീണ്ടും വെട്ടാം. 4-നകത്തി 4 ഒരു വട്ടം, 12-നകത്തി 3 വട്ടം. ഇനി വെട്ടാനൊന്നുമില്ല. 3 × 1 × 1 × 1 എന്ന് പറഞ്ഞാൽ 3. ഇങ്ങനെ കിട്ടും 3. ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ 6/1, 5/1, 4/1 എന്ന് പറഞ്ഞാൽ 3. വേണേൽ 3 ഡിഗ്രി എന്ന് പറയാം, കാര്യം 360 ഡിഗ്രിയുടെ ആയിരുന്നു. അപ്പോൾ 360 ഡിഗ്രിയുടെ 6/1, 5/1, 4/1 എന്ന് പറഞ്ഞാൽ വെറും 3 ഡിഗ്രിയാണ്. മനസ്സിലായോ? സിമ്പിളല്ലേ? ക്ലിയർ ആയി കാണുമെന്ന് കരുതട്ടെ. അപ്പം ഈ ഒരു ചോദ്യത്തോടു കൂടി നമ്മുടെ ഈ ഒരു എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ നമ്മൾ അടുത്ത പാഠവുമായിട്ടായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് വേണ്ട ഈ സർക്കിൾസ്, വൃത്തങ്ങൾ എന്ന 10ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററിൻ്റെ ഒരു 12 വെറൈറ്റി ചോദ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡിലും പരിചയപ്പെട്ടത്. തീർച്ചയായിട്ടും കഴിഞ്ഞ എപ്പിസോഡും ഈ എപ്പിസോഡും ചേർത്ത് ഒരു തവണ കൂടെ കണ്ട് നോട്ട് തയ്യാറാക്കി പഠിച്ച് നിങ്ങളുടെ റാങ്ക് വർദ്ധിപ്പിക്കുക.
അപ്പോൾ SCRT നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട്. അടുത്തത് 10ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠം സാധ്യതകളുടെ ഗണിതം അഥവാ പ്രോബബിലിറ്റി. ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള പാഠമാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം അടുത്ത എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. വരുന്ന LDC, LGS, LPUP, ഫയർമാൻ തുടങ്ങിയ എല്ലാ പരീക്ഷകളും ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ഫ്രം വിശാഖ് പാവുമ്പ.